ബംഗ്ലാദേശും ചൈനയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്ത് പെട്ടെന്നാണ് 3 റഷ്യൻ യുദ്ധക്കപ്പലുകൾ എത്തിയത്. അടുത്തിടെ ബംഗ്ലാദേശ് സൈനിക മേധാവി വഖാറുസ്സമാൻ റഷ്യ സന്ദർശിച്ചപ്പോൾ ആ രാജ്യത്തെ യുദ്ധക്കപ്പലുകൾ ബംഗ്ലാദേശിൽ പ്രവേശിച്ചിരുന്നു. ഇതിന് പിന്നിൽ ചൈനയെ അരികുവൽക്കരിക്കാനുള്ള ശ്രമമുണ്ടെന്ന സെൻസേഷണൽ റിപ്പോർട്ടുകളുമുണ്ട്. മുഹമ്മദ് യൂനിസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരാണ് നിലവിൽ ബംഗ്ലാദേശിൽ അധികാരത്തിലുള്ളത്. ഈ സർക്കാർ ഇന്ത്യയുമായി സംഘർഷം നിലനിർത്തുകയാണ്. അതേസമയം പാകിസ്ഥാൻ ചൈനയോട് അടുപ്പം കാണിക്കുന്നു. അടുത്തിടെ പോലും മുഹമ്മദ് യൂനിസ് ചൈന സന്ദർശിച്ച് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു വ്യാപാര കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ചൈനയുടെ ആധിപത്യം വർദ്ധിപ്പിക്കുന്നതിനായാണ് ഇത് ചെയ്തതെന്ന് പറയപ്പെടുന്നു. ഇന്ത്യ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യ വഴി ഭൂട്ടാൻ, നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ അയക്കാൻ ബംഗ്ലാദേശിന് നൽകിയ അനുമതി പെട്ടെന്നാണ് റദ്ദാക്കിയത്. ഇത് ബംഗ്ലാദേശിന് ഒരു പ്രശ്നമായി മാറി. ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിന് ബംഗ്ലാദേശിന് അധിക പണം ചെലവഴിക്കേണ്ടി വരും. ചൈനയുമായി സഹകരിച്ച് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് ബംഗ്ലാദേശിനെ ശിക്ഷിക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ ഈ നടപടി സ്വീകരിച്ചത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു സുപ്രധാന വിവരം പുറത്തുവന്നിരിക്കുന്നത്. ഇതിനർത്ഥം 3 റഷ്യൻ യുദ്ധക്കപ്പലുകൾ ബംഗ്ലാദേശിൽ പ്രവേശിച്ചുവെന്നാണ് പറയുന്നത്. റസ്കി, ആൾട്ടർ സിഡൻഷാബോവ്, പെചെംഗ എന്നീ 3 റഷ്യൻ കപ്പലുകൾ 4 ദിവസത്തെ സന്ദർശനത്തിനായി ബംഗ്ലാദേശിലെ ചിറ്റഗോങ് തുറമുഖത്തെത്തി. ബഹ്റൈൻ റോയൽ നേവിയുടെ BNS ഖാലിദ് ബിൻ വാലിദ് എന്ന കപ്പലാണ് ഈ യുദ്ധക്കപ്പലുകളെ സ്വീകരിച്ചത്. ഈ നടപടി ചൈന വിരുദ്ധമായിട്ടാണ് കാണുന്നത്. ഇതിനർത്ഥം ബംഗ്ലാദേശ് ചൈനയിൽ നിന്ന് ധാരാളം സൈനിക ഉപകരണങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അതുപോലെ ബംഗ്ലാദേശ് നാവിക വ്യോമസേനകൾക്കായി ചൈനയെ വളരെയധികം ആശ്രയിക്കുന്നു. പക്ഷേ ബംഗ്ലാദേശിന് ചൈനയെ മാത്രം ആശ്രയിക്കുന്നത് പ്രയോജനകരമല്ല. ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളുടെ ശത്രുത ചൈന ഇതിനകം നേടിയിട്ടുണ്ട്. മറ്റൊരു രാജ്യവുമായി നല്ല ബന്ധം വളർത്തിയെടുക്കുന്നതിനുള്ള ശരിയായ നീക്കമാണിതെന്ന് ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വഖാറുസ്സമാൻ വിശ്വസിക്കുന്നു. അത്ര നല്ല ബന്ധം വളർത്തിയെടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത രാജ്യം റഷ്യയാണ്. ഇതിനെ തുടർന്ന് വഖാറുസ്സമാൻ അടുത്തിടെ 5 ദിവസത്തെ യാത്രയ്ക്കായി റഷ്യയിലേക്ക് പോയി. അവിടെ അദ്ദേഹം റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥരെ കാണുകയും അവരുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തു. തുടർന്ന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് അദ്ദേഹം ചർച്ച ചെയ്തു. ഈ ഉപദേശം പിന്തുടർന്ന് 3 റഷ്യൻ യുദ്ധക്കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് പുറപ്പെട്ടു. ഇത് വെറും ട്രെയിലർ മാത്രമാണ്. അതായത് റഷ്യ ഏഷ്യയിൽ സ്വാധീനം ചെലുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് വ്യക്തം. അതനുസരിച്ച് ഇന്ത്യയും റഷ്യയും അടുത്ത സഖ്യകക്ഷികളാണ്. എന്നാൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങൾ ചൈനയുമായി സൗഹൃദത്തിലുമാണ്. ഈ രാജ്യങ്ങളാണ് ചൈനയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത്. ഈ സ്ഥിതി മാറണമെന്നാണ് റഷ്യ ആഗ്രഹിക്കുന്നതും. ഇത് പ്രകാരം പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ തുടങ്ങിയ രാജ്യങ്ങളുമായി റഷ്യ അടുപ്പം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മ്യാൻമാറിലെ സൈനിക ഭരണകൂടത്തെ പിന്തുണയ്ക്കാൻ റഷ്യ സഹായം നൽകുകയാണ്. അതുപോലെ റഷ്യ പാകിസ്ഥാനുമായി അടുത്തിടെ സംയുക്ത നാവികാഭ്യാസത്തിനായി തങ്ങളുടെ 3 യുദ്ധക്കപ്പലുകൾ അയച്ചു. തൽഫലമായിട്ടാണ് റഷ്യ ഇപ്പോൾ 3 യുദ്ധക്കപ്പലുകൾ ബംഗ്ലാദേശിലേക്ക് അയച്ചിരിക്കുന്നത്. ഇന്ത്യക്കെതിരായ വാചാടോപം കുറയ്ക്കാൻ മുഹമ്മദ് യൂനിസിന് മോദി നേരിട്ട് മുന്നറിയിപ്പ് നൽകി. ബംഗ്ലാദേശ് നാവികസേന പറയുന്നത് റഷ്യൻ യുദ്ധക്കപ്പലുകൾ ബംഗ്ലാദേശിൽ എത്തിയിട്ടുണ്ടെന്നാണ്. ഇതൊരു സൗമനസ്യത്തിലധിഷ്ഠിതമായ യാത്രയാണ്. റഷ്യൻ യുദ്ധക്കപ്പലുകളെ ബംഗ്ലാദേശ് ഊഷ്മളമായി സ്വാഗതം ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമാധാനത്തിനും സുരക്ഷയ്ക്കുമുള്ള പങ്കിട്ട പ്രതിബദ്ധത പ്രകടിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ വികസനം കണക്കിലെടുത്ത് റഷ്യയുമായുള്ള ബന്ധം വികസിപ്പിക്കാൻ ബംഗ്ലാദേശ് നാവികസേന പ്രതിജ്ഞാബദ്ധമാണെന്ന് പറയുന്നു. ബംഗ്ലാദേശും റഷ്യയും തമ്മിലുള്ള ഈ നീക്കം ചൈനയുടെ ആധിപത്യത്തിന് തുരങ്കം വയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.